ശ്രീജിത്ത്, ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് ഒരിക്കൽ കൂടി ജി സുധാകരൻ പോവുകയാണ്. അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടറിക്ക് വിമർശനം പറയുന്നു, ഒപ്പം ജില്ലാ സെക്രട്ടറിക്കും ഒക്കെ വിമർശനമുണ്ട്. അതിൽ ഒരു വാചകം, ഈ പറയുന്ന നേതാക്കൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടിയിൽ തുടർന്ന് എന്നുള്ളതാണ്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അംഗത്വം പുതുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു സമ്മർദ്ദതന്ത്രം മാത്രം എന്ന തരത്തിലേക്കാണോ കാണേണ്ടത്? അനുജ, അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള ജി സുധാകരന്റെ നിലപാട് ഒരിക്കലും സമ്മർദ്ദതന്ത്രമല്ല, മറിച്ച് അദ്ദേഹം പാർട്ടിയുടെ പടിവാതിൽ കടന്ന് പുറത്തേക്ക് പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെമ്പർഷിപ്പ് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ മെമ്പർഷിപ്പ് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ CPIയുമായുള്ള ബന്ധം അദ്ദേഹം ഇവിടെ വിച്ഛേദിക്കുന്നു എന്നാണ് അർത്ഥം. അതിന് സമ്മർദ്ദതന്ത്രമല്ല, അദ്ദേഹം പാർട്ടിയുടെ മേലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തേക്കിറങ്ങുന്നു. അതിന് കാരണം CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അവഹേളനപരമായ പരാമർശമാണ് എന്നാണ് ജി സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ജി സുധാകരനെ നിയമസഭാ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പരിഗണനയുമില്ല എന്ന ത്വരിതഗതിയിലുള്ള ഒരു ഉത്തരമാണ് അന്ന് ഈ MV ഗോവിന്ദൻ നൽകിയത്. അത് തീർത്തും ജി സുധാകരനെ പോലെ 6.5 പതിറ്റാണ്ടിൻ്റെ ഇടതുപക്ഷ CPIM മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യമുള്ളൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അവഹേളനപരമായി തോന്നുന്നത് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. ഒട്ടും ആലോചനയില്ലാതെ എടുത്തടിച്ച പോലെ MV ഗോവിന്ദൻ നൽകിയ മറുപടി അത് ജി സുധാകരൻ്റെ മുഖത്തടിക്കുന്ന പോലെയായി എന്ന് അന്ന് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ജി സുധാകരനും അതിനെ വളരെ വ്യക്തിപരമായി അദ്ദേഹത്തിന് വിഷമുണ്ടാക്കിയ ഒന്നാണെന്ന് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ജി സുധാകരൻ 6.5 പതിറ്റാണ്ട് കാലത്തെ CPIM ബന്ധം ഉപേക്ഷിക്കുകയാണ്. കേവലം ഒരു സംസ്ഥാന സമിതി അംഗമായിരുന്നയാളോ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി കീഴിലുള്ള ബ്രാഞ്ച് അംഗമോ അല്ല ജി സുധാകരൻ, മറിച്ച് ജി ഭുവനേശ്വരൻ എന്ന CPIഎമ്മിൻ്റെ ആദ്യകാല രക്തസാക്ഷികൾ ഒരാളായ രക്തസാക്ഷിയുടെ ജ്യേഷ്ഠനാണ്. CPIM ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ തീർത്തും ഏതെങ്കിലും കേവലം ഒരു നേതാവിനെ ഉപമിക്കുന്ന പോലെയോ കാണുന്ന പോലെയോ പരിഗണിക്കുന്ന പോലെയോ സുധാകരൻ്റെ നിലപാടുകളെ കാണാൻ കഴിയില്ല. രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ്. മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഇപ്പോൾ കാണുന്ന ശക്തിയിലേക്ക് പാർട്ടി എത്തിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന നേതാക്കളെല്ലാം ഒരു കാലത്ത് അദ്ദേഹം വളർത്തിയെടുത്ത നേതാക്കൾ കൂടിയാണ്. ആർ നാസറായാലും സജി ചെറിയാനായാലും HSLAM ആയാലും ഒക്കെ സുധാകരൻ്റെ ശിക്ഷണത്തിൽ വളർന്നവരാണ്. അവരൊക്കെ ഇപ്പോൾ സുധാകരനെതിരെ വാളെടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അദ്ദേഹം അത്തരം വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പ്രതിഫലം എന്നോളം ജി സുധാകരൻ 6.5 പതിറ്റാണ്ട് കാലത്തെ തൻ്റെ CPIM ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത്, നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ പല തവണ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും അതിനുശേഷം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അനുനയ നീക്കം നടന്നത് നമുക്കറിയാം. മുതിർന്ന നേതാക്കൾ മന്ത്രി P രാജീവ് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതൊരു അനുനയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദന്റെ ആ വാക്കുകൾ അദ്ദേഹത്തിന് വലിയ വേദനയായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? ആ തരത്തിലേക്ക് പരാമർശം നടത്തേണ്ടെന്നൊരു നേതാവാണോ ജി സുധാകരൻ എന്ന ചോദ്യമുണ്ട്. അത് പാർട്ടിയുടെ നിലപാട് തന്നെയാണോ? അതിലൊക്കെ മറുപടി വേണ്ടതില്ലേ ശ്രീജിത്ത്? അനുജ, CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് CPIഎമ്മിൻ്റെ കേരള ഘടകത്തിൻ്റെ നിലപാട്. അപ്പോൾ MV ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾ ഉചിതമോ അനുചിതമോ അല്ലെങ്കിൽ അവഹേളനപരമോ അല്ലെങ്കിൽ പുകഴ്ത്തലോ എന്തു തന്നെ ആയാലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPIഎമ്മിൻ്റെ നിലപാടായിട്ടാണ് വായിക്കപ്പെടുക. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നതാണ് പാർട്ടിയുടെ അഭിപ്രായമായി പൊതുസമക്ഷത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ജി സുധാകരനെതിരെ MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം തീർത്തും അവഹേളനപരമായി പോയി എന്ന് പറയുമ്പോൾ അത് കേവലം MV ഗോവിന്ദൻ്റെ വ്യക്തിപരമായ പരാമർശമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കാണാൻ കഴിയില്ല. അത് പാർട്ടിയുടെ തന്നെ ആകത്തിന്റെ അഭിപ്രായമായി തന്നെയാണ് വിലയിരുത്തപ്പെടുക എന്ന് ജി സുധാകരനെ പോലെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്തരം അവഹേളനപരമായ ഒരു പരാമർശത്തിൽ വേദനിച്ചുകൊണ്ട് പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നു, പാർട്ടി അംഗത്വം പുതുക്കാൻ താൻ തയ്യാറല്ല എന്ന കാര്യം അറിയിച്ചത്. CPIഎമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചിലാണ് ജി സുധാകരൻ ഈ കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഉള്ളത്. കാരണം 75 വയസ്സ് പ്രായപരിധിയിലാണ് അദ്ദേഹം സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായത്. പിന്നീട് അദ്ദേഹത്തിന് DC-ക്ക് കീഴിലുള്ള ബ്രാഞ്ചിലായിരുന്നു. ആ ബ്രാഞ്ച് DC-ക്ക് കീഴിലുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് മാത്രം അതിൻ്റെ സ്ക്രൂട്ടിനി പ്രവർത്തനങ്ങൾക്ക് ഈ മാസം 10 വരെ സമയമുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ച് സ്ക്രൂട്ടിനിയുടെ ഭാഗമായി മെമ്പർഷിപ്പിൻ്റെ ഫോമും മറ്റും ഈ DC ബ്രാഞ്ചിൽ നിന്ന് അദ്ദേഹത്തിന് വീട്ടിലെത്തിച്ച് കൊടുത്തിരുന്നു. സാധാരണ ആ ഘട്ടത്തിൽ തന്നെ പൂരിപ്പിച്ച് നൽകുന്നതാണ് ജി സുധാകരൻ്റെ ശീലമെങ്കിൽ ഇത്തവണ ആ പേപ്പർ അദ്ദേഹം അവിടെ വാങ്ങിവെച്ചു. ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല, സ്ക്രൂട്ടിനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം. അപ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് ജി സുധാകരൻ ഇറങ്ങുകയാണ്. പാർട്ടിക്ക് പുറത്തേക്ക് ജി സുധാകരൻ
പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 6.5 പതിറ്റാണ്ട് കാലത്തെ ബന്ധം ഉപേക്ഷിച്ച് ജി സുധാകരൻ ഇറങ്ങുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴയുടെ രാഷ്ട്രീയത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇനി കാത്തിരുന്നതിനെ കാണണം. അതാണ്, ഒരു പ്രലോഭനത്തിനും താൻ കീഴടങ്ങിയില്ല ഇതുവരെ എന്നൊരു വരി കൂടി ഇതിലുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്ന ഒരു വരി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. തന്റെ 63 വർഷത്തെ പാർട്ടി അംഗത്വത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതിൽ നിന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗം, 43 വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അതിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് വന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി എങ്ങനെയുണ്ട് എന്നത് അന്വേഷിച്ചില്ല. പക്ഷേ പരാതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിലായി MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അതിൽ കൂടി കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇനി പാർട്ടി അംഗമായി തുടരാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടുത്ത നിലപാടിലേക്കാണ് ജി സുധാകരൻ പോയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.